ശ്രീ പത്മനാഭൻ, നേരത്തെ ശ്രീ ജലീൽ പുനലൂർ ഉന്നയിച്ച ആരോപണങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിരിക്കും. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഒരു രാഷ്ട്രീയ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാവുന്ന തെളിവുകളൊന്നുമല്ല അത് എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കാരണമാണ്. കാരണം കൃത്യമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് PFI നടത്തിക്കൊണ്ടിരുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2022 സെപ്റ്റംബറിൽ PFI നിരോധിച്ചതിന് ശേഷം 2023 മാർച്ചിലാണ് ചാർജ് ഷീറ്റ് നൽകുന്നത്. അപ്പോഴേക്കും 1300ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. നിലവിൽ ഈ ഭീകരവാദ സംഘടനയിലെ നേതാക്കളായ 20 പേരാണിപ്പോൾ ഇത്തരത്തിൽ കോടതി നടപടികൾ നേരിടുന്നത്. 20-ാം തീയതിയായിരുന്നു ആദ്യ ഹിയറിംഗ്. ഇനി നാളെ രണ്ടാമത്തെ ഹിയറിംഗ് നടക്കുകയാണ്. അതിനിടയിലാണ് NIA-യുടെ ഈ റിപ്പോർട്ട് വലിയ ചർച്ചയാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിലെ ഈ പ്രീണന രാഷ്ട്രീയം ഒരു പരിധിവരെ ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചു എന്ന് മാത്രമല്ല, ഈ നിരോധനത്തിന് തൊട്ട് മുൻപ് നടന്ന റെയ്ഡ് പോലും അന്ന് വിവാദമായത് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. കാരണം പല NIA ഉദ്യോഗസ്ഥരും ഈ PFI നേതാക്കളുടെ വീടുകളിൽ എത്തിച്ചേർന്നപ്പോഴേക്കും അവരൊക്കെ അവിടെ നിന്നും അപ്രത്യക്ഷരാകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അതവർക്ക് മനസ്സിലായി, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനകത്തു നിന്ന് തന്നെ ഇത്തരം പ്രവണതകളുണ്ട്, ചോർത്തി നൽകുന്നതടക്കമുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞ് അവർ രണ്ടാമത്തെ റെയ്ഡിന് വന്നപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞില്ല. അവർ ആ രീതിയിൽ തന്നെയാണ് നീക്കങ്ങൾ നടത്തിയത്, അതീവ രഹസ്യമായി. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും നശിപ്പിക്കപ്പെടാതെ കൈകളിലേക്ക് എത്താനും സാധിച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ പുറത്ത് താൽക്കാലികമായുള്ള ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഒരു വലിയ വിപത്തിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു, അത് രാഷ്ട്രീയം. മറുഭാഗത്ത് ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ട മാധ്യമങ്ങൾ, അവരും കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല. പല മാധ്യമങ്ങളുടെയും നടപടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ ബോധപൂർവം ചർച്ച ചെയ്യാതെ മാറ്റുന്നു. എന്തിന്? സിദ്ദിഖ് കാപ്പൻ എന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിഞ്ഞതുമാണ്. അപ്പോൾ അങ്ങേയറ്റം അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് കേരളം നടന്നടുക്കുമ്പോഴും ഇതെല്ലാം സൃഷ്ടിക്കുന്നതാണ്, കേന്ദ്ര ഏജൻസികൾ സൃഷ്ടിക്കുന്നതാണ്, BJP-യുടെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇതിനെ ലാഘവ മനോഭാവത്തോടുകൂടിയും രാഷ്ട്രീയ വശത്തോടും കൂടി മാത്രം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് തലയ്ക്ക് മീതെ നിൽക്കുന്ന ഒരു വലിയ വാളായി തന്നെ പതിക്കുകയല്ലേ? അല്ല, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെറ്റായ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ആയുധ പരിശീലനം, നാറാത്ത ആയുധ പരിശീലന കേസിൽ ആരെ വെറുതെ വിട്ടിട്ടില്ല, അവരെയൊക്കെ ശിക്ഷിച്ചതാണ്. രണ്ടാമത്തേത്, ജോസഫ് മാഷ കൈവെട്ടിയ കേസിൽ എല്ലാവരെയും ശിക്ഷിച്ചതാണ്. ഇത് രണ്ടുമാണ് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ NIA അന്വേഷിച്ച കേസുകൾ. പാനായിക്കുളം കേസ് NIA അല്ല അന്വേഷിച്ചത്, അത് ഗുജറാത്ത് പോലീസ് വിവരം കൊടുത്തിട്ട് കേരള ഗവൺമെൻറ്റും കേരള പോലീസുമാണ് അന്വേഷിച്ചത്. പിന്നെ NIA അന്വേഷിച്ച ഒരു കേസ് വിട്ടുപോയത് UPA സർക്കാരിൻ്റെ കാലത്ത് NIA അന്വേഷിച്ച കേസാണ്. അത് കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും നടന്ന 2 സ്ഫോടനങ്ങളാണ്. അത് രണ്ടുമാണ്. അതന്ന് UPA സർക്കാരിൻ്റെ കാലത്താണ് കേസെടുത്തു, അന്വേഷിച്ചു, കുറ്റപത്രം ഫയൽ ചെയ്തൊക്കെ. പക്ഷേ നാറാത്ത കേസും കൈവെട്ട് കേസും ഒക്കെ ശിക്ഷിച്ചാണ്. കൂടാതെ റിക്രൂട്ട്മെൻറ്റ് കേസും ശിക്ഷിക്കപ്പെട്ടതാണ്. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് കേസും ഈ 3 കേസും കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട കേസുകളാണ്. ഇപ്പോഴും പ്രതികൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താ അറിയോ? ഇതിൻ്റെ ഒരു വിഷയം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ എതിരെ എടുത്ത നടപടി, ആ നടപടിയെ കേരളത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലോ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ ഇന്ന് വരെ അനുമോദിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല. വളരെ കൗതുകകരമായൊരു കാര്യമാണിത്. ഇവിടെ 2022 സെപ്റ്റംബർ മാസം 22-ാം തീയതിയാണ് അറസ്റ്റ് നടക്കുന്നത്. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് PFIയുടെ നിരോധനം നടക്കുന്നത്. ഈ പറയുന്ന ഒരു പാർട്ടിക്കാരും അതിനെ അംഗീകരിക്കാനോ അതിനെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാനോ തയ്യാറായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അടിയാണ്. ഇങ്ങനെ ഒരു ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ എടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ സത്യത്തിൽ അവർക്ക് ഇത് കഴിച്ചിട്ട് എന്താ പറയുക, ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇതിനെ വിമർശിക്കാനും അവർക്ക് സാധ്യമല്ല, ഇതിനെ അംഗീകരിക്കാനും അവർക്ക് സാധ്യമല്ല.
ഇതാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തൃശങ്കു സ്വർഗത്തിലാണ്. അവർക്ക് ഇതിനെ എതിർക്കണമെന്നും അറിയില്ല, അനുകൂലിക്കണമെന്നും അറിയില്ല. അപ്പോൾ അവർ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയല്ല. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയല്ല, സദാത് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്. ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് എന്നുള്ളത്. കാരണം തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് ഈ PFIയുടെ കാര്യത്തിൽ. പിന്നെ കർണാടകയിലും. വടക്കേ ഇന്ത്യയിലൊക്കെ ഒറ്റയും തെറ്റേ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. 1-2 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ബഹുഭൂരിപക്ഷം അറസ്റ്റ് നടന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ ഒരു പരാജയമായി തന്നെ കാണണം. ഇനി വേറൊരു വിഷയം, ഇപ്പോൾ ഇവിടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞു, ഇതിന് ചില അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വെടിവെപ്പ് നടന്നു. ആരാ വെടിവെച്ചത്? ഹൈദരാബാദിൽ നിന്ന് പോയ ഒരു ഇന്ത്യക്കാരൻ. ഹൈദരാബാദിൽ നിന്ന് പോയ ഇന്ത്യൻ പാസ്പോർട്ടുള്ളൊരു വിദ്വാനും അയാളുടെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പുള്ള മകനും ചേർന്നാണ് വെടിവെച്ചത്. ഇതിൻ്റെ അനന്തരഫലം എന്താണ്? നാളെ ഇന്ത്യയിൽ നിന്നും ഒരാൾ ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ 2 വട്ടം ആലോചിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. പണ്ട് ഓസ്ട്രേലിയയിൽ ഇതേപോലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നിട്ട് കുറേ കാലം വിസയ്ക്ക് തടസ്സമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി നാളെ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വിസ ആപ്ലിക്കേഷൻ വന്നാൽ അവിടുത്തെ ഗവൺമെൻറ് അത് 2 വട്ടം ആലോചിച്ചിട്ടേ കൊടുക്കുള്ളൂ. കാരണം സമാന സ്വഭാവമാണ്. പുൽവാമയിൽ സംഭവിച്ചതിൻ്റെ അതേ സ്വഭാവത്തിലാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത്. ഇതന്നെയാണ് മറ്റു പല സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സമാന സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ഇതൊരു അന്താരാഷ്ട്ര ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ലിങ്കുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ പോലീസ് പറയുന്നത് ഈ വിദ്വാന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ആര് ട്രെയിനിങ് കൊടുത്തു? ആരാണ് ഇവനെ ട്രെയിൻ ചെയ്തത്? ഇവൻ ഏത് സംഘടനയായി ബന്ധമുള്ള ആളുകളാണ്? ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര സ്വഭാവം വളരെ കൗതുകകരമായ കാര്യമാണ്. ഇനി മറ്റൊരു തമാശ ഇതിൽ പറയാനുണ്ട്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കർശനമായ നടപടി നേരിടേണ്ടി വരുന്ന രാജ്യങ്ങൾ അറബി രാജ്യങ്ങളാണ്. ഇപ്പോൾ സൗദി അറേബ്യ എടുത്താൽ, ദുബായ് എടുത്താൽ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് സൗദി അറേബ്യയിലോ ദുബായിലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ട് എന്ന് സൗദി സർക്കാരിനോ അവിടുത്തെ പോലീസിനോ അറിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അറസ്റ്റും കോടതി വിചാരണയൊന്നുമില്ല. ആ വ്യക്തിയെ പിന്നെ കാണാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറച്ചെങ്കിലും പിന്തുണ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് കിട്ടുന്നത് ഖത്തറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷേ ഖത്തറിൻ്റെ മുകളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വന്നപ്പോൾ ഇപ്പോൾ ഖത്തറും പിൻവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അറബി രാജ്യങ്ങളിൽ ഒരു തരത്തിലും വെച്ച് പുലർത്താത്ത ഏർപ്പാടാണ് ഈ ഏർപ്പാട്. തുർക്കി, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ് ഇവരെ സഹായിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ ബംഗ്ലാദേശും. കാരണം ബംഗ്ലാദേശിലെ സർക്കാർ അട്ടിമറിക്കപ്പെട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളുടെ സഹായത്തോടെ അധികാരത്തിൽ വന്ന ഒരാളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സർക്കാരുകൾ, അറബി രാജ്യങ്ങൾ ഇതിന് കടുത്ത നിയന്ത്രണമാണ്, കടുത്ത ശിക്ഷയാണ്, ആളെ കാണാണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് അറബി രാജ്യങ്ങൾക്ക് അറിയാം ഇതിൻ്റെ അപകടം. കാരണം പ്രത്യേകിച്ച് ജോർദാനിലും ഇറാഖിലുമൊക്കെ IS തീവ്രവാദ ശക്തികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അവർക്കറിയാം. അവർ അതിക്രൂരമായ രീതിയിലാണ് ISISനെ ഇറാഖും ജോർദാനുമൊക്കെ അടിച്ചമർത്തിയത്. പ്രത്യേകിച്ച് ജോർദാനൊക്കെ അതിക്രൂരമായിട്ടാണ്, അതായത് നിശബ്ദരാക്കിയവരാണ് അവരെ. ആ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ചില രാജ്യങ്ങൾ, ടർക്കി പോലത്തെ, പാകിസ്ഥാൻ പോലുള്ള, ഇപ്പോൾ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളാണ് ഇവരെ സഹായിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കൗതുകം. ഇന്ത്യയിൽ ഇപ്പോൾ ഇവരുടെ പ്രവർത്തനം 2022 ശേഷം കുറേ പതുങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സ്ലീപ്പർ സെല്ലുകളുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ ശക്തമായ നിലപാട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ വളരെ വിഷമമാണ്. അവർക്ക് ഒരു ഒരു അറപ്പാണ് ഇവർക്ക് ഈ ശക്തമായ നടപടിയെടുക്കാൻ. എടുത്തിട്ടില്ലെങ്കിൽ അവർ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരത്തിലുള്ള ശക്തികളെ സഹായിച്ചവരൊക്കെ വെട്ടിലായതാണ്.
അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ശക്തികളെ സഹായിച്ച എല്ലാവരും വെട്ടി. ഇപ്പോൾ ഏറ്റവും അവസാനമായി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി വെട്ടിലാവാൻ പോവുകയാണ്. കാരണം മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നും ഒരു വിദ്വാൻ രാജിവെച്ച് ഇതുപോലത്തെ ഒരു പാർട്ടി ഉണ്ടാക്കി ഇപ്പം മമതാ ബാനർജിക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ മമതാ ബാനർജിയുടെ ഒരു MLA രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അയാൾ വേറെ പാർട്ടി ഉണ്ടാക്കി ഇത്തരത്തിലുള്ള നിലപാടുമായി മമതാ ബാനർജിക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് തന്നെ വിനയാവും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവർക്ക് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. അതെ, ശരി.